Little Stars powered by VKC Pride. Shubla, 5 പെർഫോമൻസസും കഴിഞ്ഞു. കണ്ടു. സാധാരണ ഗ്രാൻഡ് ഫിനാലയിൽ ഭംഗി വാക്കിന് പറയാറുണ്ട് സൂപ്പറായി, ബൊംബാസ്റ്റിക്, ഫാന്റാസ്റ്റിക്. പക്ഷെ ഇവിടെ ഭംഗി വാക്കുകളുടെ ആവശ്യമില്ല അല്ലേ? ഫാന്റാസ്റ്റിക് പെർഫോമൻസസ് ആയിരുന്നു. ഓരോരുത്തരും അവരുടെ മാക്സിമം ചെയ്തു. ഇവിടെ അവര് എടുക്കുന്ന ഒരു എഫേർട്ട്, അതും ഇവിടെ എന്താ വെച്ചാൽ എല്ലാവരും മൾട്ടി ടാലന്റഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു തവണ കണ്ട രീതിയിലേ അല്ല അടുത്ത പെർഫോമൻസ് വരുന്നത്. കോസ്റ്റ്യൂം ആണെങ്കിലും അവരുടെ മൂവ്മെന്റ്സ് ആണെങ്കിലും ആക്ടിംഗ് സ്കിൽസ് ആണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് സൂപ്പർ. അതാണ് ഒരു ഗ്രാൻഡ് ഫിനാലയിൽ എന്താണോ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത് അത് 101% നമ്മുടെ കൊച്ചു നക്ഷത്രങ്ങൾ കൊടുക്കും. ഈ കൊച്ചു നക്ഷത്രങ്ങളെ സ്റ്റേജിലേക്ക് വിളിക്കാനുള്ള സമയമായി അല്ലെ? ഈ വേദിയിലേക്ക് വിളിക്കാം. Ladies and gentlemen, put your hands together for Tita Roshan. Next on stage is Nila. Well, ladies and gentlemen, put your hands together for Nila Naushad. Abhirami, give her a big hand, please. Ladies and gentlemen, put your hands together for Nayan Krishna. Ladies and gentlemen, put your hands together for Nalani. ചേട്ടാ, ഈ കുഞ്ഞു നക്ഷത്രങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ഇവിടെ ഈ ഫ്രണ്ടിൽ തന്നെ ശ്വാസം അടക്കി പിടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഇവരുടെ പാരന്റ്സ്. അപ്പൊ ഇവർക്ക് നമ്മൾ എന്തായാലും ഒരു കയ്യടി കൊടുക്കണം. Give a big hand, please, for all the parents. Ladies and gentlemen, let's invite the judges onto the stage. Put your hands together for Mr. Winnie, Mr. Dennis Bakru, Mr. Vijay Yesudas. ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഗസ്റ്റ് അനിവാര്യമാണ് അല്ലേ? അതെ, വേണം. അപ്പോ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വേണ്ടേ? വേണം. ആരാന്നറിയോ? ഇല്ല, പറയോ? തരാം. He is a VVS person. അതായത് വെരി വെരി സ്പെഷ്യൽ പേഴ്സൺ. ഓക്കെ. അദ്ദേഹം ഒരു ആക്ടറാണ്, സിംഗറാണ്, ഡയറക്ടറാണ്, റൈറ്ററാണ്, ആങ്കറാണ്, ജഡ്ജാണ്. ഇനി അങ്ങനെ പറഞ്ഞോണ്ടേ പോവാം. ഈ മനസ്സിലായി. പക്ഷെ പ്രേക്ഷകർക്കും മനസ്സിലായി. ബിക്കോസ് there's only one person like that. He is the one and only Mr. Jagadish. Ladies and gentlemen, put your hands together for the one and only Mr. Jagadish. Sir, welcome to the show. Thank you. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങൾക്കും പ്രിയമുള്ളവർക്കും എന്റെ വിനീതമായ നമസ്കാരം. കുരുന്നുകളിലെ ബഹുമുഖ പ്രതിഭയെ കണ്ടെത്താനുള്ള ഏഷ്യാനെറ്റിന്റെ ഈ ശ്രമം അതൊരു വളരെ രസകരമായ യാത്രയായിരുന്നു. ലിറ്റിൽ സ്റ്റാർസ് എന്ന ഈ എന്റർടൈൻമെന്റ് പാക്കേജ് ഇത് പ്രേക്ഷകർ വളരെയധികം നെഞ്ചിലേറ്റിയ ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ ശില്പികൾക്ക് പ്രേക്ഷകരുടെ ഒരു എളിയ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഇത് വിജയികളെ കണ്ടെത്താനുള്ള മത്സരമായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. കാരണം 800 കുട്ടികളിൽ നിന്നും 9 പേരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ആ 9 പേരും വിജയികളാണ് എന്ന് ഞാൻ പറയും.
ഒരു റിയാലിറ്റി ഷോയെ സംബന്ധിച്ചിടത്തോളം ഫിനാലെ മസ്റ്റ് ആണ്, ഫൈനലിസ്റ്റ് മസ്റ്റ് ആണ്. അതുകൊണ്ട് മാത്രം ഇവർ ഓർഡർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനി അതിന്റെ ഒരു റാങ്കിങ് അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഈ ജഡ്ജസ് അത് കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു പ്രയോറിറ്റീസും ഇല്ല, ഇതിലെ റിയൽ ടാലന്റ്. അപ്പൊ വേറൊരു കാര്യം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളത് വിട്ടയ്ക്കൂ. എല്ലാവരും വിജയിച്ച് അതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കേണ്ടതെന്ന് എനിക്ക് പറയാനുണ്ട്. അതിന് ഇവർക്കൊരു പ്രത്യേക കൈയടിയുള്ളൂ. താങ്ക് യു സോ മച്ച്. ഈ സെലിബ്രേഷൻ ഓഫ് ടാലന്റ് എന്ന് പറയുമ്പോൾ ഈ സെലിബ്രേഷന് തുടക്കം കുറിക്കാൻ ഈ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല ജനലക്ഷങ്ങളായ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. യു ആർ എ വണ്ടർഫുൾ സിംഗർ. സോ ഐ തിങ്ക് യു ഷുഡ് ഡെഡിക്കേറ്റ് എ സോങ് ഫോർ ഓൾ ദ സ്പെഷ്യൽ കിഡ്സ്. ഒന്ന് മുകേഷ് പറയുന്നത്, നീ ഇതൊക്കെ അവന്മാരെ വിട്ട് പറയിക്കുന്നല്ലേടേ, മൈക്ക് കണ്ടാ നീ പാടുന്നുള്ളത് എനിക്കറിയാം എന്നാണ് മുകേഷ് പറയുന്നത്. എന്തായാലും ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. ഒരു ഗാനത്തിന്റെ രൂപത്തിൽ 4 വരികൾ. तेरे रंग बल्ले बल्ले, तेरी चाल बल्ले बल्ले, तेरा रूप बल्ले बल्ले, तेरे गाल बल्ले बल्ले, देखा तुझे तो मुझे प्यार हो गया, तेरे ख्यालों में ये दिल खो गया. नयो 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 नयो, तेरे बिन दिल नयो लगता, नयो नयो तेरे बिन दिल नयो लगता, नयो नयो तेरे बिन दिल नयो लगता, नयो लगता. वो तुझे देखते ही हाय दिल मेरा नचता, वो तुझे देखते ही हाय दिल मेरा नचता. Thank you, sir, for that wonderful, vibrant song. Thank you. ജഗദീഷ് സാർ പറഞ്ഞതുപോലെ ജഡ്ജസ് ആണ് ഇതിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ജഡ്ജസിന് എന്തെങ്കിലും എന്തായാലും പറയാനുണ്ടോ? വിനീജി. ലിറ്റിൽ സ്റ്റാർസ് ഞങ്ങളെ സംബന്ധിച്ചോളം ഇൻക്രെഡിബിൾ ലേണിംഗ് എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഒരുപാട് കാര്യങ്ങൾ, അതായത് ആ കുട്ടികളുടെ ഒരു ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, ഇൻക്രെഡിബിൾ ടാലന്റ്, അവരുടെ അതുല്യമായ പ്രതിഭ, അവർക്കുള്ളിലുള്ള ആ പ്രതിഭ ഇവിടെ അവര് പ്രദർശിപ്പിക്കുന്നു. അതുപോലെ അവരെ ഗ്രൂം ചെയ്യുന്ന അവരുടെ മാതാപിതാക്കൾ, അവർക്ക് എല്ലാവർക്കും എന്റെ പ്രണാമങ്ങൾ. ബിക്കോസ് ഹാറ്റ്സ് ഓഫ് ടു ദ പേരൻസ്. അവരുടെ ഒരു സപ്പോർട്ടും ഗൈഡൻസും കൊണ്ട് മാത്രമേ ഈ കുട്ടികൾക്ക് ഇങ്ങനെ പഠിത്തത്തോട് ഒപ്പം തന്നെ വളരെ ഭംഗിയിൽ ഇത്തരത്തിൽ പെർഫോം ചെയ്യാൻ കഴിയൂ. എന്റെ എല്ലാവിധ നന്ദിയും ഏഷ്യനെറ്റിന് ഇത്തരം ഒരു ഇൻക്രെഡിബിൾ ഷോയിൽ പാർട്ടാൻ എഴുതുന്നു. ഓൾ ദി ബെസ്റ്റ്. Okay, and keep rocking. Lovely words from Mr. Vineet, Mr. Vijay Shras. ഈ ഒരു യാത്ര ഓരോ കുട്ടികളും അവരുടെ ഒരു കഴിവിനെ മാത്രമല്ല, മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ഓരോ കഴിവുകളും അത്രയും പവർഫുൾ ആയിട്ട് ഈ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ, ഡാൻസ് ആയാലും, സ്കിറ്റ് ആയാലും, ആക്ടിങ് ആയാലും, comedy ആയാലും, എന്തായാലും, they've shown so much versatility in on the stage. So once again, thank you. എല്ലാവർക്കും നന്ദി. Great words from you. And now the man with the Guinness Award, Mr. Guinness Pakru. ഷോയുടെ പേര് ലിറ്റിൽ സ്റ്റാർസ് എന്നാണെങ്കിലും ഇത് ലിറ്റിൽ സ്റ്റാറുകളുടെ ഒരു പെർഫോമൻസ് അല്ല, ഇവിടെ ബിഗ് സ്റ്റാറുകളാണ് പെർഫോം ചെയ്യുന്നത്. അത്ഭുത താരങ്ങളുടെ അത്ഭുത പ്രകടനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഞാൻ അവിടെ ഇരുന്ന് ഈ സത്യത്തില് ജഡ്ജ്മെന്റ് നമുക്ക് ഇവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ജഗദീഷ് ചേട്ടാ. ഇവരുടെ പ്രകടനം നമുക്ക് അത്ഭുതത്തോടെ നോക്കി കാണാനേ പറ്റുള്ളൂ. പക്ഷേ ഒരു ഔപചാരികതയുടെ പേരിൽ ആര് 1, 2 എന്നുള്ളത് ഇന്ന് ഇവിടെ ഈ വേദിയിൽ നടന്ന പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അത്ര മികവുറ്റ കലാപ്രകടനങ്ങളായിരുന്നു. താങ്ക് യു സോ മച്ച് പക്രു ചേട്ടാ. നമുക്ക് റിവേഴ്സ് ഓർഡറിൽ തുടങ്ങാം. 5ാം സ്ഥാനമാണ് ആദ്യം അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അനൗൺസ് ചെയ്യുന്നത് ഗിന്നസ് പക്രു സാർ ആയിരിക്കും. സർ ചെയ്യട്ടെ. അഞ്ചാം സ്ഥാനം നയൻ കൃഷ്ണ.
go to the next prize. 4ാം സ്ഥാനമാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ വിജയ് യേശുദാസ്. സോ 4th place ആർക്കാണെന്ന് നോക്കാം. Fourth place, a very talented dancer, multi-talented artist, actress, very honorable to announce her name because she's one of the most talented I've seen, very expressive. Tirtha Roshan. രാജേഷേട്ടാ, ഇനി നോക്കൂ, അവിടെ 3 കുഞ്ഞു നക്ഷത്രങ്ങള്. ടെൻഷൻ അടിച്ചിട്ട് എല്ലാവരുടെയും മുഖം. അതെ ഷിബ്ല, എന്തറിയോ, ആ ടെൻഷൻ എനിക്കും പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. 4ാം സ്ഥാനം കഴിഞ്ഞാൽ നാച്ചുറലി 3ാം സ്ഥാനം. സോ 3ാം സ്ഥാനം അനൗൺസ് ചെയ്യുന്നത് വിനിജി. സ്ഥാനം the very very talented, pretty, beautiful Navani. രാജേഷേട്ടാ, ഒരു ടിക് 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 അങ്ങനെ ഒരു ശബ്ദം കേൾക്കും. ആ ടിക് ടിക് സൗണ്ട് വേറൊന്നുമില്ല, എന്റെയാണ്. എല്ലാരും എനിക്ക് ഈ സൈഡിൽ നിന്ന് നല്ലോണം കേൾക്കുന്നുണ്ട്. പാരന്റ്സും പിന്നെ മേലെയാണ് ഷിബ്ല. ആ, അത് നമ്മുടെയൊക്കെയാണല്ലോ സർ. 5ാം സ്ഥാനം കഴിഞ്ഞു, 4ാം സ്ഥാനം കഴിഞ്ഞു, 3ാം സ്ഥാനം കഴിഞ്ഞു, 1ഉം 2ഉം ആണ് ഇവിടെ നിൽക്കുന്നത്. Ladies and gentlemen, I'm going to hand over the proceedings to none other than Mr. Jagadish, sir. I'm supposed to announce the winner. Yes, sir. It's all yours. Yeah. ആ പെർഫോമൻസിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണുള്ളത്. ഈ 2 കുട്ടികളുടെ അതില് മൈനസുകൾ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. 2 പ്ലസ് ആണ്. ആർക്കാണ് കൂടുതൽ പ്ലസ് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഇവർ ഡിസ്കസ് ചെയ്തത്. വളരെ ആലോചനയ്ക്ക് ശേഷം ആണ് ഇവർ തീരുമാനം എടുത്തിരിക്കുന്നത്. ആ തീരുമാനം അതിന്റെ അർത്ഥത്തിൽ, അതിന്റെ സ്പിരിറ്റിൽ ഉൾക്കൊള്ളണം എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കറക്റ്റ്. കൂടുതൽ ടെൻഷൻ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. And the winner is Nilan Naushad. ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ, ചെറിയ വ്യത്യാസമുള്ളൂ. 2 പേരും ഒരു എന്താ പറയുക ടൈഡ് അടുത്തെത്തി. അതിൽ ചെറിയ ചെറിയ പോയിന്റ്സ്, പക്ഷെ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ പറയണേ? ഇതുവരെ എത്താൻ കഴിഞ്ഞതിന് വലിയ ദൈവത്തിനോട് ആദ്യം ഞാൻ താങ്ക്സ് പറയുന്നു. എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ താങ്ക്സ് പറയുന്നു. വിന്നർ ഇസ് വിന്നർ. മുതിർന്നവർക്ക് മാത്രം അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഷയം തന്മയത്വമായി അവതരിപ്പിച്ച് ഫലിപ്പിച്ചിരിക്കുകയാണെന്നുള്ള ആ വിഷയമൊക്കെ ഈ ഏജിൽ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞിരുന്നാൽ അതിന് അറിവ് വേണം, അനുഭവം വേണം. ഇവിടെ പേരൻസിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്യുക. അവര് പറഞ്ഞ രീതിയിൽ
അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി ഇവിടെ പെർഫോമൻസ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. നിളയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താ പറയാ, ഈ ഗ്രാൻഡ് ഫിനാലെ ഫസ്റ്റ് കിട്ടിയതിന് എന്തുമാത്രം എന്താ പറയാ, ഞാനല്ല വിന്നർ, എല്ലാവരും ഇതിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും ആണ്. ഫസ്റ്റും സെക്കൻഡും എന്നുള്ള വ്യത്യാസം അവർക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും ഫസ്റ്റ് ആണ്. അതാണ് നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം. ആദ്യം തന്നെ ഇന്നത്തെ വിന്നേഴ്സിന് വലിയൊരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ് ഫോർ ഓൾ ദ 5 വിന്നേഴ്സ്. ഇവരെ ഗൈഡ് ചെയ്ത സൂപ്പർ പാനൽ ഓഫ് ജഡ്ജസിന് a million താങ്ക്സ്. ഗ്രാൻഡ് ഫിനാലെ ദിവസം സ്പെഷ്യലാക്കി നമുക്ക് മാത്രമല്ല എസ്പെഷ്യലി ലിറ്റിൽ സ്റ്റാർസിനെ സ്പെഷ്യലാക്കിയ ജഗദീഷ് സാറിന് താങ്ക് യു സോ മച്ച് സർ. ഇത് ഉത്സവം പോലെ തുടങ്ങി, ഇതൊരു ഉത്സവമായി സമാപിക്കട്ടെ. ഇനിയും യാത്രകൾ മുന്നോട്ടുണ്ട്. മൈൽസ് ടു ഗോ ബിഫോർ വി സ്ലീപ്, റൈറ്റ് സർ? റൈറ്റ്. ഓൾ റൈറ്റ്. അപ്പോ കലാശക്കൊട്ട് തുടങ്ങട്ടെ.